ഹായ് ഹലോ നമസ്തേ, ഞാൻ നോളജ് ഓഫ് ഷാറയിൽ നിന്നാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഷോർട്സ് വീഡിയോസ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. കടബാധ്യതകളില്ലാത്ത മനുഷ്യരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? ഇതിപ്പം പൈസ ഉള്ളവനായാലും പൈസ ഇല്ലാത്തവരായാലും കടബാധ്യത എന്ന് പറയുന്നത് വളരെ ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു 10 പേരിലെടുത്താൽ അതിലൊരു 9 പേർക്കും കടബാധ്യത ഉണ്ടാവും. അവരതുമൂലം ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സംസാരം കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എനിക്ക് ഷെയർ ചെയ്യാം, എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പിന്നെ നല്ല നല്ല കമൻറ്റുകൾ നൽകാം, ലൈക്ക് ചെയ്യാൻ പിന്നെ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഈ കടബാധ്യത എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. നമുക്ക് ഇത്ര രൂപയുടെ കടബാധ്യതയുണ്ട്, നമുക്ക് ഇത്രയും എമൗണ്ട് നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. നമ്മളുടെ ഏറ്റവും വലിയ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിനെ എപ്പോഴും നമ്മൾ നമ്മുടെ കൺട്രോളിൽ നിർത്തുക. ഇപ്പം ചിലവരുണ്ട്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇനി ഒരു അവസരം, അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിച്ച് പല പൊട്ടത്തത്തിലേക്കും എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മളൊക്കെ മനുഷ്യരാണ്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പം ഇതും ഒരു അവസ്ഥ മാത്രമാണ്. നമുക്കിതിന് ശേഷം നമ്മുടെ ജീവിതം ഇനിയും കിടപ്പുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. അപ്പം നമ്മൾ ഒരിക്കലും ഇതിവിടെ നിർത്താം, ഇത്രയും ബാധ്യത എനിക്കുണ്ട്, ഇത് മതി, ഇത് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഇത്രയും ബാധ്യത എനിക്കുണ്ട്, എന്നെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റും, ഞാനിത് തീർത്തിരിക്കും എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ആവാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നമ്മളാണ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒരുപക്ഷെ മറ്റൊരാൾക്ക് നമ്മളോട് സംസാരിച്ച് നമ്മളെ ശരിയാക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് പറ്റും. കാരണം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കേ കഴിയൂ, പുറത്തുനിന്ന് ഒരാൾക്കും കഴിയില്ല. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. എനിക്കിത്ര ബാധ്യതയുണ്ട്, ഇത് ഞാൻ വീട്ടുക തന്നെ ചെയ്യും. ചിലപ്പോൾ കുറച്ച് കാലയളവെടുത്തേക്കാം, എങ്കിലും ഞാനിത് വീട്ടിയിരിക്കും എന്നൊരു ചിന്ത എടുക്കുക. ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടന്നു പോകും. ഇതിന് ശേഷം നമുക്ക് കൃത്യമായൊരു ബോധമുണ്ടായിരിക്കണം. നമുക്കിത്ര കടമുണ്ട്, ഇത്ര ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ എത്രയാണോ അത്ര എമൗണ്ടിൻ്റെ ബാധ്യതയുണ്ട്. ഇതിൽ ഇത്ര എമൗണ്ട് നമുക്ക് പലിശ ഇനത്തിൽ പോകും. നമുക്കൊരു കൃത്യമായൊരു കണക്ക് വേണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വരുമാനം, നമുക്ക് എത്ര ഇൻകമാണ് നമുക്കൊരു മാസം കിട്ടുന്നത്, നമുക്ക് എത്രയാണ് നമ്മുടെ വരുമാനം, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് പലിശ കൂടിയ ബാധ്യതകൾ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ടെങ്കിൽ പലിശ കുറഞ്ഞിട്ടുള്ള എമൗണ്ടുകൾ നമുക്ക് കടമുണ്ടായിരിക്കുമല്ലോ, അത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അധിക ചിലവ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമുക്കിപ്പം ഒരു മാസം ഒരു 20,000 രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെയും ഒരു 20,000 രൂപ തന്നെ ചിലവായി പോയിട്ടുണ്ട്. ഇനി അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 15 രൂപ മാത്രം ചിലവാക്കാൻ ശ്രമിക്കുക. ആ 5 രൂപ നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കുക. നമുക്കത്
എന്തിൻ്റെയെങ്കിലും പലിശ ഇനത്തിലോ അല്ലെങ്കിൽ മുതലിനത്തിലോ നമുക്കിത് ഉൾപ്പെടുത്താൻ കഴിയും. ഞാൻ പറയുന്നു, ഞാൻ ഈ വീഡിയോ സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. കാരണം വലിയ വലിയ എമൗണ്ട് ഇതുള്ളവർക്കൊക്കെ ഇതെങ്ങനെ ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക, പലിശകൾ കൂടാണ്ട് നോക്കുക. പലിശകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടുപലിശയാവും. അത് ആ രീതിക്ക് പിന്നെ എമൗണ്ട് കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, പലിശകൾ കൃത്യമായി അടച്ചു പോവുക. എന്നിട്ട് നിങ്ങളുടെ സാലറിയുടെ കുറച്ച് വിഹിതം ഫിക്സഡായിട്ട് മാറ്റി വെക്കുക. എന്നിട്ടത് ആ ഫിക്സഡായ എമൗണ്ട് കൂട്ടി വെച്ചിട്ട് എത്ര രൂപയാണോ നിങ്ങൾക്ക് കടബാധ്യതയുള്ളത് അതിലേക്കത് മുതലിനത്തിൽ അടയ്ക്കുക. അപ്പം നമ്മൾ ഓൾറെഡി പലിശ ഇനം അടച്ചടച്ച് പോകുന്നുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂട്ടി വെച്ച എമൗണ്ട് അടയ്ക്കുമ്പോൾ അത് മുതലിലേക്കേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് അത്രയും എമൗണ്ട് അവിടെ കുറഞ്ഞാണ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്കതിൽ നിന്ന് കുറച്ചായിട്ട് ഒരു കാലയളവിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോർമലായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കടങ്ങൾ എടുക്കാതിരിക്കുക. അതായത് നമ്മളിപ്പം സാധാരണക്കാർ ചെയ്യുന്നൊരു രീതിയാണ്, ഇവിടെ കടം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് കുറച്ച് എമൗണ്ട് കൂടി വാങ്ങും, എന്നിട്ട് ആ എമൗണ്ട് കൊണ്ടുവന്ന് ഇവിടെ അടയ്ക്കും. പിന്നെ അപ്പുറത്തുനിന്ന് വാങ്ങിച്ച് അടയ്ക്കാൻ വേണ്ടി വേറെ ഇടത്തുനിന്ന് കടം വാങ്ങും. ഈ കടം വാങ്ങുന്ന രീതി, കടം വാങ്ങുന്ന ആ ഒരു ശൈലി അതങ്ങ് നിർത്തുക. കടം വാങ്ങിച്ച് കടം തീർക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, കിട്ടുന്ന സാലറിയിൽ നിന്നും അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും എന്ത് ചെയ്യാൻ നോക്കുക, കടം തീർക്കാൻ നോക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ EMI പോലുള്ള ഇതിൽ പോയിട്ട് നമ്മൾ പെടും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്കുണ്ടായിരിക്കും ആഴ്ച അടവുള്ളത്, അല്ലേ? ഈ ആഴ്ച അടവ്, മാസ അടവ്, ഇങ്ങനെയൊക്കെ നമ്മുടെ അരികിലേക്ക് ഒരുപാട് ബാങ്കുകൾ ഓഫറുകളായിട്ട് വരും. നിങ്ങൾ ആഴ്ചയിൽ ഇത്ര വെച്ച് അടച്ചാൽ മതി, അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര വെച്ച് അടച്ചാൽ മതി. നമ്മൾ ആലോചിക്കുക, നമുക്ക് അവരൊരു 10,000 രൂപ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 15,000 രൂപ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ആഴ്ച അടയ്ക്കാൻ വെച്ച് നമ്മളിപ്പം സിമ്പിളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡെയിലി ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു ആഴ്ചയ്ക്ക് നമുക്ക് കൂലി കിട്ടുന്നവരുണ്ട്, മാസത്തിൽ കൂലി വാങ്ങുന്നവരുണ്ട്, ഇപ്പം ദിവസക്കൂലിക്ക് പണി ചെയ്യുന്നവരുമുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഒന്ന് ആലോചിക്കണം, ഒരു ദിവസം ഈ ജോലി ഇല്ലെങ്കിൽ ഈ ആഴ്ചയടവ് എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങളുടെ പൈസ കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്ന് നമുക്കത് കിട്ടും, അവിടെ കാര്യങ്ങൾ നടക്കും, നമ്മളത് വാങ്ങും, പൈസ വാങ്ങും, ഇതൊക്കെ ചെയ്യും. പക്ഷേ പിന്നീടുള്ള അടവിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ മാക്സിമം ഈ ആഴ്ച അടവുകളൊക്കെ അങ്ങ് നിർത്തുക. നമ്മളിപ്പോൾ ആലോചിക്കും, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, നമുക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു, നമുക്ക് പൈസ വേണം, നമ്മളെന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെയുള്ളവരെ സമീപിക്കും, നമുക്കവർ ക്യാഷ് തരും. ഇതിലൊക്കെ ഏറ്റവും ബെറ്റർ നമുക്ക് LIC പോലുള്ള പല ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. അതാകുമ്പോൾ മാസത്തിൽ വളരെ കുറഞ്ഞ അടവേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളത് ഫാമിലി ആയിട്ടുള്ളതൊക്കെ കിട്ടും, സിംഗിളായിട്ടുള്ളത് കിട്ടും. അപ്പം അങ്ങനെയുള്ള അടവുകളിലേക്ക് നമ്മൾ പൈസ നിക്ഷേപിക്കുക. അതാകുമ്പോൾ പിന്നീട് നമുക്ക് യൂസ്ഫുള്ളാണ്. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരിലേക്ക് നമുക്ക് കടം ചോദിക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് റെഡിയാക്കി നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ സിമ്പിളായിട്ട് നടന്നു പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുക. കാരണം EMI പോലുള്ളതിൽ പോയി ചാടാതിരിക്കുക. കടങ്ങൾ അതിൻ്റെ പലിശകൾ അടച്ചു വീട്ടി പലിശ കൂടാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുശേഷം വേണം നമ്മൾ മുതലുകൾ അടച്ചടച്ച് പോകാൻ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നല്ല മനസ്സോടെ അല്ലെങ്കിൽ നല്ല സമാധാനത്തോടെ നമുക്കിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണിത്. കാരണം എനിക്കിതൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ. താങ്ക് യു.